സൗദിയിലേക്ക് പോയാൽ അവിടെ സൗദി അറേബ്യ ഗസയിലേക്കുള്ള സഹായം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സഹായ വസ്തുക്കളുമായി 67ാമത്തെ വിമാനം ഈജിപ്തിലെത്തി. ഇവ കരമാർഗം ഗസയിലേക്ക് എത്തിക്കുകയാണ്. ഗസയുടെ പുനർനിർമ്മാണത്തിലും സൗദി ഭാഗമാകും. ഇതിനായുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകാനായി അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട്. അഫ്താബ്, നമുക്കറിയാം തുടക്കം തൊട്ട് തന്നെ വലിയ തരത്തിലുള്ള സഹായം സൗദിയുടെ ഭാഗത്ത് നിന്ന് ഗസയ്ക്ക് ലഭ്യമാക്കുന്നുണ്ട്. ഇനി തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ? വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ സൗദി അറേബ്യ ഇപ്പോൾ കൂടുതൽ സഹായം ഗസയിലേക്ക് എത്തിക്കുകയാണ്. നേരത്തെ തന്നെ വിവിധ ഘട്ടങ്ങളിലായി ഏതാണ്ട് 67 വിമാനങ്ങളിലായാണ് ഈജിപ്തിലേക്ക് ചരക്കുകൾ എത്തിക്കുകയും അവിടെ നിന്ന് കരമാർഗം അത് ഗസയിലേക്ക് എത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കൂടുതലായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ ആയിക്കൊണ്ടാണ് കൂടുതൽ വിമാനങ്ങളിൽ കൂടുതൽ സംവിധാനങ്ങൾ അവിടേക്ക് എത്തിക്കുന്നതിൽ പ്രധാനമായിട്ടും ഭക്ഷണം, അതോടൊപ്പം തന്നെ താൽക്കാലിക പാർപ്പിടങ്ങൾക്കുള്ള സൗകര്യം, ടെന്റുകൾ, അതോടൊപ്പം തന്നെ മരുന്നുകൾ, കുട്ടികൾക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഈ തരത്തിലുള്ള വസ്തുക്കളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അയക്കുന്നത്. ഇതോടൊപ്പം തന്നെ ട്രംപിന്റെ 20-ദിന സമാധാന പദ്ധതിയുടെ ഭാഗമായുള്ള പ്രത്യേക ചർച്ചകളും ഗൾഫ് രാഷ്ട്രങ്ങളുമായി US നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് സാമ്പത്തിക സഹായം ഗസക്കുണ്ടാകും, ഫലസ്തീനുണ്ടാകും, ഫലസ്തീന്റെ പുനർനിർമ്മാണത്തിനുണ്ടാകും. അത് ഏത് തരത്തിലാകുമെന്നുള്ളതുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഫ്രാൻസ്, നോർവേ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭാഗമായിക്കൊണ്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആ ചർച്ചക്കൊടുവിൽ ഏതു തരത്തിലായിരിക്കും ഗസയുടെ പുനർനിർമ്മാണം എന്നുള്ളത് സൗദി അറേബ്യ അതിലേക്ക് ഏത് തരത്തിൽ അവരുടെ പങ്ക് നൽകുമെന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്യും. നേരത്തെ തന്നെ സൗദി അറേബ്യ പ്രഖ്യാപിച്ചിട്ടൊരു കാര്യം, വെടിനിർത്തൽ കൊണ്ട് മാത്രം കാര്യമില്ല, ശാശ്വതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകണം, ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണം. അങ്ങനെ രൂപീകരിച്ചാൽ മാത്രമേ ഇതിനൊരു സ്ഥിര പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത തരത്തിൽ വെടിനിർത്തലിലേക്ക് പോവുക, പിന്നീട് ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കുക, അത് കഴിഞ്ഞ് വീണ്ടും യുദ്ധത്തിലേക്ക് പോവുക, ഈ ഒരു പ്രശ്നം അവസാനിക്കണമെങ്കിൽ ഫലസ്തീൻ എന്ന രാഷ്ട്രം പിറക്കണമെന്നുള്ളതാണ് സൗദി അറേബ്യയുടെ നിലപാട്. അതിന് 1967 അതിർത്തികളോട് ജെറുസലേം തലസ്ഥാനമായിക്കൊണ്ടുള്ള സൗദി രാഷ്ട്രം പിറക്കണം. അതിലേക്ക് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ പ്രവേശിച്ചാൽ മാത്രമാകും ഇതിന് ഒരു ഫലസ്തീൻ എന്ന രാഷ്ട്രത്തിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള രൂപീകരണത്തിന് സൗദി അറേബ്യക്ക് സഹായിക്കാനാകുമെന്ന് നേരത്തെ തന്നെ ട്രംപിനോട് സൗദി അറേബ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു തരത്തിലായിരിക്കും ഇനിയുള്ള വരും ദിനങ്ങളിൽ ഏതെല്ലാം തരത്തിൽ ഗസയുടെ പുനർനിർമ്മാണത്തിനും നിലവിൽ വെടിനിർത്തലിന്റെ പശ്ചാത്തലത്തിൽ അവർക്കുള്ള മാനുഷിക സഹായങ്ങളും എത്തിക്കേണ്ടതെന്ന് സൗദി അറേബ്യ തീരുമാനിക്കുക. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരാഴ്ചയിൽ ഒരു വിമാനം എന്നുള്ള തോതിലാണ് നേരത്തെ സഹായങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും ഗസയ്ക്കുള്ള സഹായം തുടരുമെന്ന് തന്നെയാണ് സൗദി അറിയിക്കുന്നത്. വിവരങ്ങളാണ് ദുബൈയിൽ നിന്ന് MC നാസറും സൗദിയിൽ നിന്ന് അഫ്താബ് റഹ്മാനും പങ്കുവച്ചത്.